based on the initial results, Congress seems to be inching closer to victory. So, how do you feel? ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു 100+ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. UDFിൻ്റെ ഭരണം ഉറപ്പായിട്ട് വരും. കാരണം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് UDFിൻ്റെ സർക്കാർ വരണം എന്നതാണ്. കോൺഗ്രസ് ലീഡ് ചെയ്യണം എന്നുള്ളത് പബ്ലിക്കിൻ്റെ ഒപ്പീനിയനാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ മോർണിംഗിൽ കാണുന്ന ഒരു ട്രെൻഡ്. What do you think was the reason for Congress's return to power in Kerala? You have been in opposition for 10 years now. ഒരു ലാസ്റ്റ് 10 ഇയേഴ്സ് LDF റൂൾ ചെയ്യാണല്ലോ, ഇവിടെ റൂളിംഗ് പാർട്ടിയാണ്. പക്ഷെ അതിൻ്റെ മുൻപ് ബിഫോർ ഒരു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രുതി തരംഗം, കാരുണ്യ പദ്ധതി, അതേപോലെ തന്നെ ആശ്രയ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടം. അതെല്ലാം ഈ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു ക്ഷേമ പദ്ധതികൾ വരണമെങ്കിൽ UDF വരണം, കോൺഗ്രസ് വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഉറപ്പായിട്ടും ഇത്തവണ UDFിനൊപ്പം ചേർന്നു. One last question. There is a lot of excitement about to know who is the Congress chief minister. A lot of names are also like we are hearing for the past couple of weeks. So what do you think? Like has the discussion started already? ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ 1, 2, 3 എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല പവർഫുൾ ലീഡേഴ്സ് കോൺഗ്രസിനകത്തുണ്ട്. മറ്റു പാർട്ടികളിലേക്ക് നോക്കുമ്പോൾ ഒരാൾ, പിന്നെ അത് കഴിഞ്ഞാൽ ആരെന്ന് അന്വേഷിച്ചിട്ട് പോകണം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള ഒരു അഭിമാനം, വർക്കേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ അഭിമാനം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിലേക്ക് ഒന്നിലധികം പേരുകൾ ചർച്ച ചെയ്യപ്പെടും. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം പോസിറ്റീവാണ്. ജനങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ നൽകിയിരിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ലീഡേഴ്സ് തന്നെയാണ്. വളരെ ഹാപ്പിയാണ്. Thanks a lot.